ഹായ് ഓൾ. ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് LP-UP ആയിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനാണ്. അതായത് LP-UPയുടെ നോട്ടിഫിക്കേഷൻ 2026 നവംബർ ഡിസംബർ ടൈമിലായിരിക്കും വരിക. അതിന് ശേഷം ഒരു 6 മാസ കാലയളവ് കാണും നമുക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട്. അത് മതിയോ? പോരാ. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഇപ്പോഴൊക്കെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. LP-UP എഴുതുന്നവർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LP-UP എക്സാമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇവ 4-നുമായിട്ട് 55 മാർക്കും സോഷ്യൽ സയൻസും ബേസിക് സയൻസിനും കൂടെ ചേർത്ത് 45 മാർക്കുമാണുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും കാര്യം പറഞ്ഞു, ടോട്ടൽ 45 മാർക്കാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ സോഷ്യൽ സയൻസിനും സെപ്പറേറ്റ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. സോഷ്യൽ സയൻസ് കറണ്ട് അഫെയർസുമായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിന് സോഷ്യൽ സയൻസിനും കറണ്ട് അഫെയർസിനും കൂടിയായിട്ട് 19 മാർക്കും. അടുത്ത സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സയൻസും കറണ്ട് അഫെയർസുമായിട്ട് 26 മാർക്കിനുമാണ് നമ്മളെ സിലബസിൽ വെയിറ്റേജ് ഉള്ളത്. നമ്മൾ SCERTയിൽ എത്രമാത്രം ഫോക്കസ് കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാം. അതായത് GKയിൽ 95% ക്വസ്റ്റ്യൻസും SCERTയിൽ നിന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതായത് 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ സിലബസിനനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ഹയർ സെക്കൻഡറിയിലെ കെമിസ്ട്രിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കി വെച്ചിരുന്നാൽ നന്നായിരിക്കും. കാരണം കെമിസ്ട്രിയിൽ നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് എക്സാമിന്. നമ്മുടെ നിലവിലുള്ള സിലബസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ പാഠഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു 10 വരെ പഠിക്കണം, 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിലുള്ള എല്ലാ പാഠഭാഗങ്ങളും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതായത് നമ്മളെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം പുതിയ SCERT ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ SCERT ബുക്കിലതും പഴയതും നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മൾ PYQs ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടൊരു കാര്യമില്ല. കാരണം നമ്മുടെ സിലബസ് ഈ SCERT ടെക്സ്റ്റ് ബുക്ക് മാറി. അതുകൊണ്ട് PYQs ചെയ്തിട്ട് കാര്യമില്ലെന്ന് വേണം പറയാൻ. പകരം നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്താൽ മതി. അതായത് ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക, എക്സാംസ് പോയി എഴുതുക. അപ്പോൾ അതിൽ പുതിയ ക്വസ്റ്റ്യൻസും പാറ്റേണും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. LP-UP എക്സാം എഴുതുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള പോയിൻറ്റ്സാണ് ഇതൊക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.